നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ഫീലിങ്സ് അറിയുന്നുണ്ടോ? അവർ നിങ്ങളെ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്? യെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾ അവരിൽ നിന്നും മറച്ചു വെക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഹിഡൻ ഫീലിങ്സ് എന്തൊക്കെയാണ് എന്ന് ഈ വ്യക്തി തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ വറീഡ് ആവേണ്ട യാതൊരു ആവശ്യമില്ല. ഈ വ്യക്തിക്ക് നിങ്ങളോട് അമിതമായിട്ടുള്ള അട്രാക്ഷൻ ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി ഈ വ്യക്തി നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷനിലാണുള്ളത് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ടൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ്, അതായത് ഒരു മാരേജിലൊക്കെ ഈ റിലേഷൻഷിപ്പ് വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുമുണ്ട്. ഈ ഒരു കാര്യവും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. മേ ബി അവര് നിങ്ങളോട് അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് എന്ന് ഈ വ്യക്തി തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്കിടയിലുള്ളത് ഒരു ട്രൂ ലവ് ആണ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പ്രണയം എത്രത്തോളം യാഥാർത്ഥ്യമാണ്, എത്രത്തോളം ആത്മാർത്ഥതയുള്ളതാണ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് യെസ്, കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ അത്രയും കമ്മിറ്റഡ് ആണ്. നിങ്ങൾ അത്രയും അത്രയും ഡീപ്പായിട്ട് തന്നെ ഈ വ്യക്തിയെ പ്രണയിക്കുന്നു എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളോളം ആത്മാർത്ഥമായിട്ട് മറ്റൊരു വ്യക്തിയും ഈ വ്യക്തിയുടെ ലൈഫിൽ വന്നിട്ടില്ല. അതായത് ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പകരമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന് പകരമായിട്ട് മറ്റൊരു കാര്യങ്ങളും മാറ്റി വെക്കാനായിട്ട് അവർക്ക് കഴിയില്ല. അത്രയും അവർ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ സെപ്പറേഷനിലാണെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാനുള്ള അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനുള്ള ചാൻസസ് ആണ് ഇവിടെ കാണുന്നത്. ഈ വ്യക്തി ഇപ്പോ ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളോട് ഒരു കാര്യം ഈ വ്യക്തി തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അതൊരു മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കോൾ ചെയ്യുന്നതായിട്ടോ ഒക്കെ ആയിരിക്കാം. ആൻഡ് യെസ്, ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ ഈ വ്യക്തി ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കണം. അത്തരം ലൈഫ് ലെസൺസ് ആണ് ഈ വ്യക്തിയുടെ ലൈഫിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരുപാട് ഹീൽ ആവാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ ലൈഫിലുള്ള ആ ഒരു ഹീലിംഗ് എലമെന്റ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ പ്രണയമാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും എന്തൊക്കെ ഫീലിങ്സ് ആണോ ഹിഡൻ ആക്കി വെച്ചിട്ടുള്ളത്, അത്തരം കാര്യങ്ങളെല്ലാം ഈ വ്യക്തി അറിയുന്നുണ്ട്. കുറച്ച് പേർക്കെങ്കിലും ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി മിറാക്കിൾസ് സംഭവിക്കാനുള്ള ചാൻസസ് ആണ്. അതായത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നിമിഷങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ ഒന്നിച്ചു ചേരാനുള്ള സാധ്യതയായിരിക്കാം. ഈ വ്യക്തിയിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോണ്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ റിലേഷൻഷിപ്പിന് വളരെയധികം ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ വളരെ സിൻസിയർ ആയിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് അത്രയും ആഴമേറിയ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരു അവസരം കൂടി അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ചാൻസ് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇപ്പോൾ തിരികെ വരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളും ഈ ഒരു സെയിം ഫീലിംഗിലാണ്. അതായത് നിങ്ങൾക്കും അത്രയും ഒരു ആഗ്രഹമാണ് ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു റീകൺസിലേഷൻ ഉണ്ടാവണം എന്നുള്ളത്. ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുകയാണ്, ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുകയാണ് നിങ്ങൾ എത്രമാത്രമാണ് അവരുടെ ലൈഫ് അവരെ അല്ല നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് എന്ന്, അതായത് നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. ഓക്കെ, പ്ലീസ് ഫോർഗീവ് മീ, ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, അവരോട് നിങ്ങൾ ക്ഷമിക്കുക. അവർ അക്സെപ്റ്റ് ചെയ്യാണ് ഇത് അവരുടെ തന്നെ മിസ്റ്റേക്ക് ആണ് എന്നുള്ളത്. The day I the day I have let you go was the hardest day of my life. Okay, നിങ്ങളെ അവർക്ക് നഷ്ടമായ ദിവസമാണ് അവരുടെ ലൈഫിലുള്ള ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു ദിവസം എന്നവർ പറയുകയാണ്. യു ആർ മൈ ട്വിൻ ഫ്ലെയിം. ഓക്കെ, അവര്
ട്വിൻ ഫ്ലെയിം ആയിട്ട് കാണുന്നുണ്ട് നിങ്ങളെ. ആൻഡ് ഐ എം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓൾ ദി ടൈം. എപ്പോഴും അവർ നിങ്ങളുടെ പിക്ചർ തന്നെ വാച്ച് ചെയ്യുന്നുണ്ടാവാം. ആൻഡ് യു ആർ മൈ കൗണ്ടർ പാർട്ട്. ഓക്കെ, ഒത്തിരി റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് ആണ് വരുന്നത്. ഐ ലോസ് മൈ ട്രൂ ലവ് അഗെയിൻ. അവരുടെ യഥാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടമായി പോയത് എന്ന് പറയാണ്. ആൻഡ് ഐ നെവർ ടോൾഡ് അബൌട്ട് മൈ പ്രോബ്ലംസ്. അവരുടെ പ്രോബ്ലംസ് ഒന്നും ഒരിക്കലും അവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഐ മിസ് യു വെരി ബാഡ്ലി, യുവർ സൈലൻസ് ഈസ് കില്ലിങ് മീ. നിങ്ങളെ അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. നിങ്ങളിങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നു. ആൻഡ് വിൽ യു അക്സെപ്റ്റ് മീ അഗെയിൻ. ഇനിയും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വന്നാൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ? ഐ കാൺട്ട് ലിവ് വിതൗട്ട് യു. നിങ്ങളില്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ ഇനി കഴിയില്ല. ആൻഡ് മൈ സീക്രട്ട് ലവ് ഫോർ യു. ഓക്കെ, ഇപ്പോഴും അവര് നിങ്ങളെ സീക്രട്ട് ആയിട്ട് പ്രണയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ പോലും അറിയാതെ അത്രയും ഡീപ്പായിട്ട് നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. യു വേർ റോങ്. ഓക്കെ, നിങ്ങൾ ചിലപ്പോ തെറ്റിദ്ധരിച്ചതായിരിക്കാം, നിങ്ങൾ അവരെ മനസ്സിലാക്കാത്തതായിരിക്കാം എന്നൊക്കെ. ആ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടായിരിക്കാം ഈ വ്യക്തി നിങ്ങൾ ചിന്തിച്ചത് തെറ്റാണ് എന്ന് പറയുന്നത്. ഐ വോണ്ട് ടു റീകൺസൈൽ. ഓക്കെ, അവര് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യമാണ്. നിങ്ങളുമായിട്ട് റീകൺസിലേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് എവർ ഇറ്റ് ഈസ്. എന്ത് സാഹചര്യമായിരുന്നാൽ പോലും എപ്പോഴും എന്ത് കാര്യത്തിനും നിങ്ങളോടൊപ്പം അവരുണ്ടാകും. ആൻഡ് ഐ ഫീൽ ദ സെയിം ഫോർ യു. ഓക്കെ, നിങ്ങൾ എന്താണോ ആ വ്യക്തിയെ കുറിച്ച് ഫീൽ ചെയ്യുന്നത് ആ ഒരു ഫീലിങ്സ് തന്നെയാണ് ആ വ്യക്തിയുടെ ഉള്ളിലും ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ്. ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം. പർപ്പിൾ കളർ. ഓക്കെ, ലോങ് ഹെയർ. നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഹെയർ ഉണ്ടാവാം. മെഡിക്കൽ ഫീൽഡ്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് സ്റ്റഡി ചെയ്യുന്നവരോ വർക്ക് ചെയ്യുന്നവരോ ആയിരിക്കാം. ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം. ഓവർ തിങ്കിങ് ഹാബിറ്റ് ഉള്ളവരായിരിക്കാം നിങ്ങളോ. നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ഉള്ള വ്യക്തിയായിരിക്കാം. ആൻഡ് ഷോർട്ട് ടെമ്പേർഡ്. പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയായിരിക്കാം. 22 വിത്തിൻ അവേഴ്സ്. ഓക്കെ, ഡെഫിനറ്റ്ലി വളരെ അധികമായിട്ടുള്ള ഒരു പോസിബിലിറ്റി ആണ്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കാം. നമ്പർ 14, 16, കെയറിങ്. ഒരുപാട് കെയറിങ് ആയിട്ടുള്ള ക്യാരക്ടർ ഉള്ള വ്യക്തിയായിരിക്കാം. ദിസ് വീക്ക്, മന്ത്, ആൻഡ് ഫൈനലി വിത്തിൻ 48 hours. ഓക്കെ, വീണ്ടും പോസിബിലിറ്റി ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒത്തിരി പേർക്കും ഈ റിലേഷൻഷിപ്പിൽ മിറാക്കിൾസ് സംഭവിക്കാനുള്ള അവസരം ഉണ്ടാവും. ഓക്കെ,